കണ്ണൂർ ഫെഡറൽ ബാങ്ക് കേളകം ശാഖയിൽ സംഘർഷം. ബാങ്കിൽ പണമില്ലാത്തതിനെ തുടർന്ന് ജീവനക്കാരെ ഇടപാടുകാർ കയ്യേറ്റം ചെയ്യുന്നു. വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, ഇന്ന് വലിയ തിരക്കാണ് കേരളത്തിലെ ബാങ്കുകളിൽ എന്ന വാർത്ത വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് കണ്ണൂരിൽ നിന്നും ഇതുണ്ടാകുന്നത്. എങ്ങനെയായിരുന്നു സംഘർഷം? എന്തൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? അജിംസാദ്, സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട്. അല്പസമയം മുൻപാണ് സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ സാധാരണക്കാർക്ക് പണം ഇടപാട് നടത്താൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോലും ഇവിടെ ക്യൂ നിന്നിരുന്ന സാധാരണക്കാർക്ക് പണം ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. ബാങ്കിൽ പണം എത്തിയിട്ടില്ല എന്നായിരുന്നു ജീവനക്കാർ മറുപടി പറഞ്ഞത്. അതേസമയം തന്നെ ജീവനക്കാരുടെ ബന്ധുക്കൾക്കും അടുത്ത് ഇടപഴകുന്ന ആളുകൾക്കും പണം കൈമാറിയിട്ടുണ്ട് എന്ന് സാധാരണക്കാർ അന്ന് തന്നെ പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ പണം ആവശ്യക്കാർക്ക് നൽകാതെ അടുത്ത ബന്ധുക്കൾക്കും സഹപ്രവർത്തകർക്കുമൊക്കെ നൽകുന്ന അവസ്ഥയെ തുടർന്ന് ഇന്ന് രാവിലെ ബാങ്കിലെത്തിയപ്പോഴാണ് ബാങ്കിന് മുന്നിൽ പണമില്ല എന്നുള്ള ഒരു ബോർഡ് ജീവനക്കാർ വെച്ചതായി കണ്ടത്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് തുറക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണക്കാരായ ആളുകൾ ജീവനക്കാരെ തടഞ്ഞത്. അതേ തുടർന്ന് 1000-ഓളം ആളുകൾ ബാങ്കിൽ എത്തുകയും സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയുമായിരുന്നു. ബാങ്ക് ജീവനക്കാരെ അല്പസമയം മുമ്പ് പോലീസ് എത്തി സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. 10,000 രൂപ വരെ ഇന്ന് വന്നവർക്ക് ടോക്കൺ നൽകിയതിനു ശേഷം ഈ ടോക്കൺ ഉപയോഗിച്ച് 10,000 രൂപ വരെ ഇന്നും നാളെയുമായി പിൻവലിക്കാം എന്നുള്ള ഒരു സന്ധി സംഭാഷണവും ജീവനക്കാരും ബാങ്ക് അധികൃതരും പോലീസും സാധാരണക്കാരും തമ്മിൽ നടത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് സംഘർഷാവസ്ഥയ്ക്ക് അല്പം അയവ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അജിംഷാദ്. ശരി, ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. ബാങ്കിൽ പണമില്ലാത്തതിനെ തുടർന്ന് കണ്ണൂരിൽ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ സംഘർഷം. ഇപ്പോൾ സംഘർഷത്തിന് നേരിയ തോതിൽ അയവെത്തിയിട്ടുണ്ട്. ജോഷില ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്.